ഇനി ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ലെവൽ കുറച്ചൊന്ന് കൂടി, എക്സാം കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? ഇവിടെ നിങ്ങൾ പഠിച്ചത് മുഴുവൻ നിങ്ങൾ അൺലേൺ ചെയ്ത് അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ടെൻഷൻ അടുപ്പിക്കുന്നതും വളരെ പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. SSCയുടെ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വളരെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെയാണ്. ഇത് നമ്മുടെ ടീം എൻട്രിക്ക് അറിയാം. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. SSCയെ നിങ്ങൾ പേടിക്കേണ്ട. സോ എല്ലാവരും SSCയുടെ ഒരുപാട് നല്ല നല്ല ജോലികൾക്ക് വരുന്ന ആപ്ലിക്കേഷൻസുമായി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം നമുക്കറിയാം. പല വർഷങ്ങളായിട്ട് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും. ഇത്തവണത്തെ CGL-ൽ എന്തായാലും നമ്മൾക്ക് ജോലി കിട്ടണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന എല്ലാ ന്യൂസും തീർച്ചയായിട്ടും നമ്മളെ വളരെ സ്ട്രെസ്ഡ് ആക്കുന്നതും കൺഫ്യൂസ്ഡ് ആക്കുന്നതും ഒക്കെ തന്നെയാണ്. ചാലഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു ബി ഓണസ്റ്റ് യെസ്, ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഏതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ പോലെയും നമുക്ക് ഈ ഒരു സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാം അല്ലേ? സോ നമ്മൾ വെറുതെ കേട്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ടു, ഇതിൽ അങ്ങനെ പറഞ്ഞു, അതിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പലതും കേട്ട് നമ്മൾ ടെൻസ്ഡ് ആവുന്നതിന് പകരം നമുക്കിതൊന്ന് വ്യക്തമായിട്ട് ആനലൈസ് ചെയ്ത് നോക്കാം. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇനി വരുന്ന SSC എക്സാംസിൽ വരുന്നത്. വെൻഡർ ചേഞ്ച് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, ഇൻ്റർഫേസ് മാറും, ലെവൽ മാറും, എല്ലാം മാറും. പക്ഷേ ഇതിനെ നമ്മുടെ അഡ്വാൻറ്റേജിന് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്തെല്ലാമാണ് സ്പെസിഫിക്കലി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ? ഇനി അതിന് സൊല്യൂഷൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ പല സോഴ്സസിൽ നിന്നും പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞു. റിജിൻ സർ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്ര വലിയ ടഫായിട്ടുള്ള എക്സാം അല്ല, അത്യാവശ്യം പഠിച്ചു പോകുന്ന ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരുന്നു എന്നാണ്. അപ്പോൾ അതേ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇനി വരുന്ന SSC എക്സാംസും നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ സോൾ പർപ്പസ് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് വരുന്ന ചേഞ്ചസിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, പോയിന്റ് വൈസ് ആയിട്ട് ഇതൊക്കെയാണ് ഇവിടെ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ കേട്ട എന്തെങ്കിലും അസംഷൻസോ അല്ലെങ്കിൽ ഊഹങ്ങളോ ഗസ് വർക്കോ ഒന്നും തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. വെറുതെ എല്ലാവരും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, അങ്ങനെ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മൾ കേട്ട കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത് എന്തെല്ലാമാണ് നമുക്കിതിൻ്റെ ടേക്ക് അവേ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക അല്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സെൻറ്റേഴ്സിൽ മൗസ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, കീബോർഡ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, ചിലരുടെ എക്സാം സെൻറ്റേഴ്സ് ചോർന്നൊലിക്കുന്നതായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒറ്റ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൻ്റെ സൊല്യൂഷനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ഡിസ്ട്രിക്റ്റിൽ നടത്തുന്ന എക്സാം അല്ല, ഇതൊരു കേന്ദ്ര സർവീസ് എക്സാം ആണ് അല്ലേ? ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ SSC CGL എന്നൊക്കെ പറയണത് ഒരു സെക്കൻഡറി ടു UPSC ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ അത്തരം സ്റ്റാൻഡേർഡിൽ നടത്തുന്ന ഒരു എക്സാം ഇത്തരം ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാതെ പോകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ അധികവും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മേ ബി മിണ്ടാതിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും അവിടെയൊന്നും അങ്ങനെയല്ല. അത്യാവശ്യം നന്നായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ഇപ്പോൾ നമുക്ക് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയുടെ കാലം ആണ് അല്ലേ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ഇൻകൺവീനിയൻസോ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഓരോ ചെറിയ മിസ്റ്റേക്സിന് വരെ ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് വരുന്നല്ലേ? ട്വിറ്റർ ത്രെഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. സോ ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായി എന്നൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ കയ്യിലല്ല വരുന്നത്. സോ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ തീർച്ചയായും റെക്ടിഫൈ ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, സോ വെൻഡർ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് എക്സാം സെൻറ്റേഴ്സിൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സത്യമാണ്, നമ്മളത് പറയുന്നു, അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂസിനെ നിങ്ങൾ പലതും പറഞ്ഞ് കേട്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അത്രയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഓക്കെ,
ഇതെല്ലാം തന്നെ റേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയുള്ള ഒരു ജസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ കടന്നു പോവുക. ഓക്കെ, സോ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഇതുവരെ കേട്ടതിൽ വെച്ച് നമുക്ക് എന്താകും എന്നറിയാതിരുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ അതിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങൾ ഒരാളല്ല എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻറ്ററിൽ മാത്രമല്ല എക്സാം നടക്കുന്നത്, ഇന്ത്യ മുഴുവൻ നടക്കുന്ന എക്സാമാണ്. അത്രയും ഇന്ത്യയുടെ ഒരു പ്രൈഡ് ആയിട്ടുള്ള എക്സാമാണ്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാൻ SSC തീർച്ചയായും എൻഷുർ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. സോ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം വെൻഡർ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തായാലും മാറും. ഇത്രയും നാളും TCS ആയിരുന്നു എക്സാം നടത്തിയിട്ടുള്ളത്, ഇപ്പോൾ പുതിയ വെൻഡറാണ്. അപ്പോൾ TCSൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ഇത് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ ഇതുവരെ പഠിച്ചത് മുഴുവൻ വേസ്റ്റ് ആയി പോയല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ SSCയുടെ പല എക്സാംസും വന്നു, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൽ തന്നിരിക്കുന്ന സിലബസ് ഇവിടെ മാറിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ ഇതിന് മുൻപ് ഏതൊക്കെ എക്സാം സിലബസ് വെച്ചിട്ടാണോ പഠിച്ചിരിക്കുന്നത് അതേ എക്സാം സിലബസ് തന്നെയാണ് ഇപ്പോഴും. ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. സോ ഇവിടെ നിങ്ങൾ പഠിച്ചത് മുഴുവൻ നിങ്ങൾ അൺലേൺ ചെയ്ത് അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. സോ ഇവിടെ പ്രശ്നം വരാൻ പോകുന്ന ആർക്കാണെന്നറിയോ? നമ്മൾ എക്സാംസിനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അതായത് ബേസ് നമുക്ക് അധികം അറിയാതെ ക്വസ്റ്റ്യൻസ് മാത്രം റെഫർ ചെയ്ത് അത് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പോയി പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിതൊരു പ്രോബ്ലമാണ്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് മേ ബി നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കറക്കി കുത്തുന്നത് പോലെയോ അത് നടക്കില്ല. അത് കറക്റ്റാണ്. പക്ഷേ അത്യാവശ്യം നല്ല ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഒരു നല്ല സീരിയസ്നെസ്സോട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല പഠിക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ബേസ് കവർ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ പഠിക്കുന്നവർക്ക് ഇവിടെ എന്തിനാണ് ടെൻഷൻ? നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് സെയിം ആണ്, അതിൽ വരുന്ന ചോദ്യങ്ങളുടെ സബ് ടൈപ്സ് സെയിം ആണ്, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന സിലബസ് സെയിം ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാത്രം മാറിയെന്ന് വിചാരിച്ച് അവിടെ നിങ്ങൾക്ക് എന്ത് ടെൻഷനാണ് ഉണ്ടാവാനുള്ളത്? സോ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇനി നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ അത്ര എഫിഷ്യൻ്റ് ആവോ എഫക്റ്റീവ് ആവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ എൻട്രി ആപ്പിൽ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി വരാൻ പോകുന്ന ആ ലെവലിലേക്കാണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ പഠിച്ച അതേ കോൺസെപ്റ്റിലെ ചോദ്യങ്ങൾ തന്നെ ഇച്ചിരി പാറ്റേൺ മാറിയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ പുതിയ മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അതിലൂടെ നിങ്ങളുടെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ സിലബസ് സെയിം ആണ്, ബാക്കി എല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രം അല്ലേ, അത് വന്നിരിക്കുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. സോ അതിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ പൊതുവെ കേൾക്കുന്ന അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ലെവലാണ്. ക്വസ്റ്റ്യൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സത്യമാണോ? മേ ബി ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തപ്പം അതൊരു ജനറിക് ഒപ്പീനിയൻ ആയിട്ട് വന്നതായിരിക്കാം. പക്ഷേ ഇക്കഴിഞ്ഞ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം അങ്ങനെ ടഫ് ലെവലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. 10th ഉം 12th ഉം ഡിഗ്രി ലെവലിലുമായിരുന്നു അല്ലേ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. സോ അത്യാവശ്യം പഠിക്കുന്ന എന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കട്ടിയായി, അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല അല്ലേ, ഇന്ത്യ മുഴുവൻ എഴുതുന്ന എക്സാമാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇവിടെ വരാൻ സാധ്യതയില്ല. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ അത്യാവശ്യം കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? മേ ബി നിങ്ങൾക്കറിയാം TCS ആണ് ഇതുവരെ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. സോ അവർക്കൊരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടാകും, അതിൽ പല ചേഞ്ചസും വരുത്തിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ലെവൽ ഏകദേശം ചിലപ്പം അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ചില കേസിൽ CHSL ലെവലുള്ള ക്വസ്റ്റ്യൻസ് CGL ചോദിക്കാറുണ്ട്, നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ലെവൽ കുറച്ചൊന്ന് കൂടി, എക്സാം കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ എക്സാമിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്നു, നിങ്ങളുടെ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, അല്ല ഈസി ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ കട്ട് ഓഫ് ഹൈ ആയിട്ട് അങ്ങ് കൂടും. അപ്പോൾ പിന്നെ
ഒരുപാട് പേർക്ക് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയും അതിനുശേഷം എന്ന് വെച്ചാൽ എക്സാം ഈസി ആയതുകൊണ്ട് ഓക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോഴേക്കും സെലക്ഷൻ പിന്നെയും കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആവും. അപ്പോൾ ഇവിടെ എക്സാം ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവൽ കീപ്പ് ചെയ്യുന്ന എക്സാം ആണെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, കട്ട് ഓഫ് ഭയങ്കര സ്കൈ റോക്കറ്റ് പോലെ പോകുന്ന കട്ട് ഓഫ് ഒന്നും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. സോ നമുക്കൊരു മാന്യമായ കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമിന് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചൊന്ന് കൂടിയെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, കട്ട് ഓഫ് അതിനനുസരിച്ച് താഴും. സോ ഈ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ എല്ലാ വർഷവും ഒരു സ്റ്റഡി കട്ട് ഓഫ് ഇല്ല. നമ്മളിപ്പം 10ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് എല്ലാ വർഷം എന്ന് പറയണ പോലെയല്ല. ഓരോ വർഷവും വേറെ വേറെ കട്ട് ഓഫ്സ് ആണ് വരുന്നത് അല്ലേ? ഓരോ വർഷത്തെയും എക്സാമിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് കട്ട് ഓഫ്സ് വരുന്നത്. ക്ലിയർ? സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ലെവൽ കുറച്ച് മാറിയെന്നോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. ഇനി അടുത്തതായിട്ട് കേൾക്കുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് പുതിയ ടോപ്പിക്സ് ആണ്. പുതിയ ടോപ്പിക്സ് ഒക്കെ പഠിക്കണം. അപ്പോൾ സെലക്ഷൻ പോസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 1-2 ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സിലാണെങ്കിൽ നമ്മുടെ മീഡിയൻ മോഡൊക്കെ ഇല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇങ്ങനെ 1-2 ടോപ്പിക്സ് മാത്രമാണ് അധികമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ സിലബസിൽ ആ ഒരു ചേഞ്ച്, അതായത് സിലബസ് മാറ്റി എന്നൊരു പുതിയ നോട്ടിഫിക്കേഷൻ വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിലബസിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവേ നമ്മൾ കേൾക്കുന്നത്. ഒരുപാട് ചെറിയ ചെറിയ ഇഷ്യൂസ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് സെലക്ട് ചെയ്തതാണിത്. സോ ടെൻഷൻ അടിക്കാനുള്ള പോയിന്റ്സ് അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അത്ര ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതിനൊക്കെ സൊല്യൂഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിച്ച് SSCക്ക് പ്രിപ്പയർ ചെയ്തു, ഇനി എൻ്റെ ലൈഫ് പോയി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആരും ഇരിക്കരുത്. CGL എക്സാം ഇതാ വരുന്നുണ്ട്. CGL എക്സാം ഇപ്പോൾ ഇതാ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ടെൻഷനും കൊണ്ട് പഠിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നവർ നല്ല റാങ്കും കൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഇതിനെ കരുതുക. മേ ബി നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനുള്ള ടെൻഷൻ അടിച്ച് ടൈം വേസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ടൈം അല്ല. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വേണമെങ്കിൽ ടെൻഷൻ. ഓക്കെ, സോ ഈ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയി കണ്ട്, ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് അറിയാത്തയോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ടോപ്പിക്സോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വേറെ ടൈപ്പിലേക്ക് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഇനി വരുന്ന നമ്മുടെ സമയം മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഈ പുതിയ പാറ്റേണിൽ അഡ്ജസ്റ്റ് ആവാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, വാട്ട്സ് നെക്സ്റ്റ് അല്ലേ? സോ ഇവിടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. സോ ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യേണ്ട, അതായിരിക്കും വൈസ് സജഷൻ. അതിന് പകരം നമ്മുടെ ന്യൂ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ടീം എൻട്രി നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ എഴുതി അറിയിക്കാം. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കൂടി പഠിക്കണം, അതായത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇതുപോലത്തെ ഒരു ടെൻഷൻ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാൾ, ആക്ച്വൽ പേഴ്സൺ വേണമെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ അതിനുള്ള ഓപ്ഷൻസും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അൺലിമിറ്റഡ് ആക്സസ് ടു റെക്കോർഡഡ് ക്ലാസ്സസ്, അതിൻ്റെ കൂടെ വീക്ക്ലി ലൈവ് ക്ലാസ്സസ് കിട്ടും. ഈ മെൻറ്റേഴ്സ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ SSCയുടെ മാത്രമല്ല എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെയും ക്ലാസ്സുകൾക്കായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. എക്സാം സ്പെസിഫിക് ആയിട്ട് വരുന്ന നമ്മൾ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ കോഴ്സസും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി മേ ബി ചിലർ വർക്കിംഗ് വിമൻ ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ആയിരിക്കും, ചിലർ ഹൗസ് വൈഫ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ രാത്രി സമയമായിരിക്കും കൂടുതൽ ഫ്രീ ആയിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് ബാച്ചസ് അടക്കം എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. നിങ്ങളുടെ എക്സാമിനെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും ഈ നമ്പറിലൂടെ നമ്മളെ എഴുതി അറിയിക്കാം. ഓക്കെ, നമ്മളോട് വിളിച്ച് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് എഴുതി അറിയിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്.
സോ ഇത് എക്സാം റിലേറ്റഡ് എന്ന് പറയുമ്പോൾ കോഴ്സ് റിലേറ്റഡ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, മേ ബി നിങ്ങളുടെ എലിജിബിലിറ്റീനെ പറ്റിയിട്ടോ എക്സാമിൻ്റെ ഡേറ്റ്സിനെ പറ്റിയിട്ടോ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഗൂഗിൾ ഫോമിലൂടെയും നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അത് മാത്രമാണ് നമുക്ക് എൻട്രിയിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളൂ. ടെൻഷൻ അടിച്ച സമയം വേസ്റ്റ് ചെയ്യരുത്. ടെൻഷൻ മാറ്റാനായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ആയിട്ട് നിങ്ങളുടെ പഠിത്തത്തിലേക്ക് വീണ്ടും നന്നായി തിരിച്ചു പോവാം. Okay, so wish you all the very best. Thank you so much for watching.